कन्वा सब एक ही है इसलिए कितनी सारी गोपियां खड़ी हैं ना लड़का ना सच में രണ്ട് നേഴ്സും ഒരു ഡോക്ടറും എന്താ ചെയ്യുന്നത്? ഇവരൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവുമല്ലോ, 2 കൊല്ലം 3 കൊല്ലമൊക്കെ 5 കൊല്ലമൊക്കെ ഒരു സ്ഥലത്ത് പഠിക്കണമല്ലോ ഇപ്പോൾ അവസാനം. എന്നാലുള്ള ഇങ്ങനെയൊക്കെ ആവുള്ളൂ. എന്നാലും എന്താ ചെയ്യുന്നത്? ആരോ ഉണ്ടാക്കിയ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തയ്യാറാക്കിയ ഒരു രൂപം, ആ ദൈവത്തിൻ്റെ ഒരു രൂപം ആക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് അതിനെ ഒക്കത്തേറ്റിരിക്കുകയാണ്, വല്ല കുട്ടിനേറ്റണ പോലെ. എന്നിട്ട് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുക ഹൃദയമിടിപ്പുണ്ടോയെന്ന്. ഹൃദയമിടിപ്പുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ എത്ര പൊട്ടനും അറിയാം അത് ഉണ്ടാവില്ല. കാരണം ഏതോ ഒരുത്തനുണ്ടാക്കിയ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ പെയിന്റ് അടിച്ചുണ്ടാക്കിയ ഒരു രൂപം മാത്രമാണത്. അത് വേണമെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വിഗ്രഹാരാധകന്മാർക്ക് അത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഹൃദയമിടിപ്പ് നോക്കുക. എന്നിട്ട് ഹൃദയമിടിപ്പ് നോക്കുക മാത്രമല്ല, ഹൃദയമിടിപ്പ് ഉണ്ട് എന്ന് പറയാണ്. ആര്? ഡോക്ടർ പറയാണ് ഹൃദയമിടിപ്പ് ഉണ്ടാവുമോ? ഇതാണ് ഒരു പ്രതിഷേധവും ഇന്ത്യയിൽ നടക്കാത്തത്. കാരണം ഈ ജാതി മൊയന്ത് സാധനങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ കാര്യം അധോഗതിയിലേക്കാണ് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയം വേണ്ട. കാരണം ഭരിക്കുന്നവർക്ക് ഇങ്ങനത്തെ പൊട്ടത്തരൊന്നും അവർക്കില്ല. ഇത് മോദി ഗുജറാത്തി ഗുണ്ടകളും സംഘമുണ്ടല്ലോ, അവരിതുപോലത്തെ പൊട്ടന്മാരല്ല. അവർ ഇങ്ങനത്തെ പൊട്ടന്മാരെ സൃഷ്ടിക്കുക മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അവർ നല്ല ബുദ്ധിയുള്ളവരാണ്. അവർക്കറിയാം എന്തൊക്കെ എവിടെയൊക്കെ തട്ടിപ്പ് നടത്താനോ കൃത്യമായിട്ട് തട്ടിപ്പ് നടത്തുന്നത്, കക്കുന്നുണ്ട്. അവരുടെ ജീവിതം സുഖമായിട്ടാണ് പോകുന്നത്, അവരുടെ മക്കളുടെ ജീവിതം സുഖമായിട്ടാണ് പോകുന്നത്. അവർ നല്ല ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അവർ ഇഷ്ടംപോലെ രാജ്യങ്ങളിൽ കറങ്ങി നടന്ന് നല്ല സുഖിക്കുന്നുണ്ട്, പെണ്ണ് പിടിക്കുന്നുണ്ട്. ചൈനയിലും അമേരിക്കയിലും പെണ്ണ് പിടിച്ച് ഇസ്രായേലിൽ പോയിട്ട് കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്. അവരെല്ലാം സുഖിച്ച് എല്ലാത്തിനും നിയമത്തിനും മുകളിലായിട്ട് അവർ ജീവിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിലത്തെ മുഴുവൻ ജനങ്ങളെ ഇതുപോലത്തെ വിഡ്ഢികളും പൊട്ടന്മാരും ആക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ആക്കി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വിചാരം ഇവർക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നതെന്നാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് പ്രതിഷേധങ്ങൾ ഇല്ലാത്തത്. ഇനി ഒരു വെടിയും കൂടി കാണുക. ഇത് തായ്ലാൻഡിൽ വിമാനം ഇറങ്ങിയിരിക്കുക ഇന്ത്യക്കാരെ. എയർപോർട്ട് റൺവേയിൽ തന്നെ ഡാൻസ്. വെറുതെയാണ് ലോകത്ത് മുഴുവൻ ഇന്ത്യക്കാരനെ വെറുക്കുന്നത്. വിദേശികളൊക്കെ ദൂരത്ത് മാറി നോക്കുന്നത് പ്രാന്തന്മാർ റൺവേയിൽ ഡാൻസ് എന്താ ഡാൻസ് കളിക്കാനുള്ളത്? എന്താണ് കാരണം? എന്താ വെച്ചാലേ ഈ ജാതി സാധനങ്ങൾ ലോകത്ത് 2 രാജ്യങ്ങൾ ഉള്ളൂ എന്നാണ് ഇവർ വിചാരം. ഒന്ന് ഇന്ത്യ, ഒന്ന് പാകിസ്ഥാൻ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ മഹത്തായ രാജ്യം, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആ മഹത്തായ രാജ്യത്തിനെ നശിപ്പിക്കാനുള്ള തീവ്രവാദികൾ. ഇതാണ് ആകെ പഠിച്ചു വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ 4 കാശാവുമ്പോൾ എങ്ങോട്ടേലൊക്കെ വിമാനത്തിൽ കയറി പോകണം. അപ്പോൾ ഇറങ്ങുമ്പോഴേ അന്തം പോവാണ്. ഇങ്ങനെയൊരു സ്ഥലമുണ്ടോ? ഞങ്ങൾ വിചാരിച്ചു പാകിസ്ഥാനുള്ളൂ, ബാക്കിയൊക്കെ കടലാന്ന് വിചാരിച്ചത്. അത് ശരി ഇങ്ങനെ. അപ്പോൾ അന്തം കുന്തം പോയിട്ട് ഡാൻസ് കളിക്കുക. അവിടുന്ന് പറയുന്നുണ്ട് അവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ആര് കേൾക്കാനാണ്? കാരണം എല്ലാവരും ഒരു ടൈപ്പ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഹോട്ടലിൽ താമസിക്കും, എന്നിട്ട് അവിടെ മോഷണം. പിന്നെ വേറെ സ്ഥലത്ത് പോകും, അവിടെ ഹപ്പിട്ടൊക്കെ മൂത്രമൊഴിച്ചൊക്കും, പിന്നെ എന്തെങ്കിലും കച്ചറ വലിച്ചെറിയും. അവിടെയൊക്കെ നല്ല പുഴയിലൊക്കെ നല്ല വൃത്തിയാണ്, അതിലൊക്കെ കച്ചറ എറിയും. അവിടെ എവിടെയൊക്കെ കാർഷിച്ച് തുപ്പും. ആർച്ച ഭാരത സംസ്കാരം എങ്ങനെ ലോകത്തേക്ക് വളരെയാണ്.